നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഓൺലൈനിൽ ഇപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയത്തിൻ്റെ രോഗങ്ങളുടെ മേലിൽ ദൈവമായി ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏത് രോഗമാണ് സൗഖ്യപ്പെടേണ്ടത്, ആ രോഗത്തിൽ നിന്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ എല്ലാം സാധ്യമാകുന്നു. ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന കർത്താവേ. നിന്റെ വിശുദ്ധമായ വലതുകരം കർത്താവേ, മക്കൾ രോഗമുള്ളിടത്ത് മക്കൾ കൈവച്ചിരിക്കുന്ന ഇടത്ത് കർത്താവേ നിന്റെ കൈകളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലത് കരത്തെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈത്താക്കാലം ഒരു ദൈവികമായ ശക്തി ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവ് പ്രസരിക്കട്ടെ. കാൻസർ രോഗങ്ങള് കർത്താവ്, പലതരത്തിലുള്ള കരള് രോഗങ്ങള്, ഷുഗർ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള് കർത്താവ്, ത്വക്ക് രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, കണ്ണിന്റെ കാഴ്ചക്കുറവുള്ള രോഗങ്ങള് കർത്താവേ, അറിവിന്റെ എല്ലാ അവയവങ്ങളെയും കർത്താവെ ഒന്ന് സ്പർശിക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ ദൈവശക്തി അന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജീവിതത്തിന്റെ സാഹചര്യങ്ങളില് പഠനപരമായ കാര്യങ്ങള്, പരീക്ഷാ കാര്യങ്ങള്, ഇന്റർവ്യൂ കാര്യങ്ങള്, ജോലി യാത്രകള്, തിരിച്ചുവരവ് എല്ലാം കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. വിവാഹം കഴിക്കാത്തവര്, ഒത്ത പങ്കാളിയെ ലഭിക്കാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, വിവാഹ കോടതിയിലെ ജീവിതം വലയുന്നവര് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ശ്രുതികട ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിൽ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്ത് കർത്താവ് എന്റെ വിശുദ്ധമായ വലതുകരങ്ങളുടെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങളും കുടുംബത്തിന്റെ ദോഷങ്ങളും തടസ്സങ്ങളാണ് ഇന്റർവ്യൂ, ടെസ്റ്റ്, ജോലി ലഭിക്കുന്ന അവസ്ഥകള് കർത്താവ്, ഓഫർ ലെറ്റർ കിട്ടിയതിനു ശേഷം കർത്താവ് വിസ ലഭിക്കാത്തവര്, കർത്താവ് യാത്രയ്ക്ക് തടസ്സമുള്ളവര്, ഇമിഗ്രേഷൻ പാസ്സാകാത്തവര്, കർത്താവ് എന്തെല്ലാം നൈയാമികമായ സാങ്കേതികമായ തടസ്സങ്ങള്, ദുരിതങ്ങള് യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിർവീര്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 സദയം തുടേ സുഖമായും മൗനം. പിന്നെ ഈ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു നല്ല സാക്ഷ്യം എന്ന് പറയുന്നത് സോഫിയ തലയോലപ്പറമ്പ്. സോഫിയ തലയോലപ്പറമ്പിൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം സോഫിയക്ക് ജോലിയില്ല, അതാണ് ഒരു പ്രശ്നം. അവരുടെ വിസ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു വിസ എക്സ്പയർ ആയിപ്പോയി. അല്ല, എന്നിട്ടാൽ അവർ കമ്പനി ആ വിസ കൊടുത്തില്ല. ഇൻ്റർവ്യൂവും ടെസ്റ്റും എല്ലാം കഴിഞ്ഞതാണ്.
പക്ഷേ വിസ അയക്കാമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടെങ്കിലും ഒരു കൊല്ലം അവർ കാത്തിരുന്നിട്ട് അവർക്ക് വിസ കിട്ടണില്ല. അത് പോയി. അപ്പോഴേ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇവളിങ്ങനെ കുഴങ്ങണ ഒരു സമയമാണ്. വേറെ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന് വെറുതെ കാത്തിരുന്നൊരു ദിവസം ഒരു വർഷം പോയി. അപ്പോഴേ ഇവരുടെ അമ്മ വന്ന് ഉടമ്പടി ചെയ്യും. അമ്മ വന്ന് ഉടമ്പടി ചെയ്യുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ സോഫിയയുടെ സിസ്റ്റർ, അവർക്ക് തൈറോയ്ഡ് രോഗവും പിന്നെ എന്തോ കുഞ്ഞിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. അതിനാണ് അവർ ഉടമ്പടി ചെയ്യണത്. പിന്നെ അതിൻ്റെ അടുത്ത് സോഫിയയുടെ വിഷയം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സാക്ഷ്യം എടുത്തത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എടുത്തതിൻ്റെ കാരണം, ഈ ഉടമ്പടി തലയോലപ്പുറം വീട്ടിലെ ഉടമ്പടി പ്രകാരം അവർ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോഴും സോഫിയ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കും. കാര്യം എന്താണ്? എന്നിട്ട് അതാണ് അവൾ സാക്ഷ്യത്തിൽ പറയണത്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി. പിന്നെ അമ്മ, പക്ഷേ അമ്മുമ്മയെ അമ്മമ്മ വീട്ടിലുണ്ട്, രോഗിയാണ്. അമ്മുമ്മയെ നോക്കണത് കാരണം അമ്മയ്ക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റണില്ല. അപ്പം അതുകൊണ്ട് ഞാനാണ് എടുക്കണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റും, കുർബാനയ്ക്ക് പോകാൻ പറ്റും, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സോഫിയ വന്ന് ഉടമ്പടി എടുക്കും. എന്തിനാണ് അവർ ഉടമ്പടി എടുക്കേണ്ട ഉദ്ദേശം? കൃത്യമായിട്ട് ഉടമ്പടി നിയോഗങ്ങൾ പാലിച്ച്, അതാണ് എൻ്റെ വിഷയം. അപ്പം ഞാനിത് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, അപ്പോഴിങ്ങനെ ഈ വെറുതെ വന്ന് ഉടമ്പടി എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. കാര്യം ഇവിടെ കണ്ടില്ലേ, അമ്മമ്മയെ ചികിത്സിക്കുകയാണ്. അവർക്കറിയാം ആ ചികിത്സിക്കുന്ന അത്രയും കാലം കുടുംബത്തിൽ ബെഡ്രിഡായിട്ട് കിടന്ന രോഗിയാണ്. ആ രോഗിയെ നോക്കുന്നിടത്തോളം കാലം ഇവർക്ക് ദേവാലയത്തിൽ പോകാനോ ഉടമ്പടി പ്രകാരം കുർബാനയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പരിപാടികളൊന്നും ചെയ്യാതെ ചില ആൾക്കാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. അത് ഞാൻ പറയാം, ദൈവത്തിന് ഒരു പറ്റിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അവരുടെ പേര് പറഞ്ഞാലല്ല പ്രശ്നം, അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ അറിഞ്ഞ് ചെയ്യണ അല്ലത്, അറിയാതെ ചെയ്യണതാണ് ശരിക്കും. ഇവർ വിചാരിക്കണം ഇതൊന്നും ചെയ്യേണ്ട കാര്യവുമില്ല. അതായത് ഉടമ്പടി ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിലേക്ക് കുമ്പസാരിക്കണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ 1 മാസം. നമുക്ക് പാപാവസ്ഥ മോശമായ കണ്ടീഷനാണെന്ന് കണ്ടാൽ നമുക്ക് കുമ്പസാരിക്കാം. അങ്ങനെ വരത്തില്ല, ഉടമ്പടി എടുത്താൽ നമ്മൾ സത്യം ജീവിക്കും. പിന്നെ രോഗികളെ ശുശ്രൂഷിക്കണം, അതുപോലെ തന്നെ സുവിശേഷം പ്രചരിപ്പിക്കണം, മറ്റു വ്യക്തികളുടെയൊക്കെ കർത്താവിൻ്റെ വചനം എത്തിക്കണം. കൃപാസനം പത്രമാണ് സാക്ഷ്യമുള്ള. പക്ഷേ പലരും ഇവിടെ വരണത് എന്താണ്? കൃപാസനം പത്രം വായിച്ചാണ് വരേണ്ടത്. കാര്യം എന്താണ്? അതിൽ മുഴുവൻ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ ഈ സാക്ഷ്യം കൊടുക്കണം. അപ്പോഴേ ഇവരെന്താ ചെയ്തതെന്നാണ് ഞാൻ ഓർക്കണത്. അവരിവിടെ അമ്മ വീട്ടിൽ ബെഡ്രിഡനാണ്, അവർക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റണില്ല. പക്ഷെ അവർക്ക് സുവിശേഷം വേറെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ഒരു അപേക്ഷ കത്ത് കൊണ്ടുവന്നിട്ട പോലെ അവർ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ 2 കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യണത്. പക്ഷെ സോഫിയ എടുക്കുന്ന തീരുമാനം കറക്റ്റാണ്. എന്താ പറയണത്? ഞാൻ എടുക്കുകയാണെങ്കിൽ, അമ്മ എടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിൽ എനിക്ക് കൃത്യമായി പള്ളിയിൽ പോകാൻ പറ്റും. അവന് കൃപാസനത്തിൻ്റെ അമ്മയുടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിലൂടെ വന്ന വചനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ കൈമാറാനോ വിതരണം ചെയ്യാനോ പറ്റും. അതുകൊണ്ട് ഞാൻ പോയി എടുക്കാവുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ഉടമ്പടി എടുത്താലും ആ ഉടമ്പടി അല്പം മിസ്റ്റേക്കാണെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ സത്യസന്ധമായിട്ട് ഈ വിഷയം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതോട് എന്നാ പറ്റിയത്? ഒരു പുതിയ വിസ വന്നിട്ട് അവർ കയറിപ്പോയി. ഇപ്പം ജോലിയില്ലായി. അവർ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് സംഭവിക്കുന്നത്. അതെന്തുകൊണ്ട് ഇത്രയും സ്പീഡായിട്ട് വർക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണിച്ച ആത്മാർത്ഥതയാണ്. അതിൻ്റെ നിബന്ധനകളുണ്ടല്ലോ. നമ്മൾ നിയോഗങ്ങളുടെ വായിട്ട് നോക്കിയിരിക്കരുത്, നിബന്ധനകൾ എന്താണെന്ന് നോക്കണം കൃത്യമായിട്ട്. അതെന്തുമാത്രം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒപ്പിച്ചുണ്ടാക്കുകയാണ്, കണ്ണടച്ചിരുട്ടാക്കുകയാണ്, ദൈവത്തെ പറ്റിക്കുകയാണ്, ഇങ്ങനെയുള്ള
കാര്യങ്ങളെല്ലാം നോക്കി കൃത്യമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കോർട്ടിൽ നിന്ന് ബോൾ പോകും, പിന്നെയൊക്കെ പ്രശ്നമില്ല. ദൈവം അതിൻ്റെ സമയത്ത് നമ്മൾ വിചാരിക്കുന്നേക്കാൾ ഭംഗിയായിട്ട് കർത്താവ് ആ വിഷയം ക്രമീകരിക്കും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത മക്കളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി നിയോഗങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിബന്ധനകൾ കൃത്യതയോട് പാലിക്കാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദിവ്യകാരുണ്യ അഭിഷേകമേ, സൂര്യാരാധന കർത്താവേ നിറയണമേ, ഈശോയെ നിറയണമേ, ഈശോയെ വരണമേ. ഈശോയാരാധന. ജീവിതം നിന്റെ കാരുണ്യമേ, ആരാധനയും ജീവിതം നിന്റെ കാരുണ്യമേ, പിന്നെ ഒരു സാക്ഷ്യം വന്നത് രജീസ് വർഗീസിൻ്റെ സാക്ഷ്യമാണ്. ചേച്ചിയാണ്. ചേച്ചിയുടേത് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സാക്ഷ്യമാണ്. ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ വണ്ടി ഇടിച്ചപ്പോൾ ചേച്ചിയുടെ ഓർമ്മ പോയി. എന്തോർമ്മ പോയി? ചേച്ചിക്ക് ഡ്രൈവിങ് അറിയാം, പക്ഷെ ചേച്ചിയുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവ് ചെയ്യാനുള്ള ഓർമ്മ പോയി. അത് കുറച്ച് നാൾ തിരിച്ച് വന്നു കഴിക്കും. അത് ഒന്നും ഇല്ലെന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലത്. അങ്ങനെയുള്ളവർ വരുമ്പോൾ ചോദിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവന് അതല്ല പ്രശ്നം. ഞാൻ അകത്ത് കേട്ടത് സാക്ഷ്യം അതല്ല. ഇവർ ഇത് കേട്ടപ്പോൾ അതാണ് കൃപാസനത്തിൻ്റെ അമ്മയുടെ അടുത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതായത് ഇവർ കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞിട്ട് ഡ്രൈവിങ്ങിൻ്റെ ഓർമ്മ പോയ കാര്യമാണ് ഇവർ ആദ്യമായിട്ട് വെക്കണത്. തീർച്ചയായിട്ടും അത് ഇതിൻ്റെ രീതി അനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു വരും. അത് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിലും വരും. അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്കാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ സിസ്റ്റം ക്ലിയർ ചെയ്ത് തരുമ്പോൾ പഴയ മെമ്മറി എല്ലാം തിരിച്ചു വരും. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വകുപ്പിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന അമ്മ. ആ വാഹനം കൃത്യമായിട്ട് ഹിറ്റ് ചെയ്തതിൻ്റെ ഒരു വകുപ്പിലാണ് അമ്മ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ വിഷയം? അതൊന്നുമല്ല. എന്താണെന്നറിയുമോ? ഇവർക്ക് ഒരു 10 കൊല്ലമായിട്ട് ഒരു ഗുരുതരമായ രോഗമാണ്. എന്ത് രോഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് കുളിക്കാൻ പറ്റത്തില്ല. കുളിക്കണമെങ്കിൽ തിളച്ച വെള്ളമായിരിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, തിളച്ച വെള്ളത്തിലേ കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ പറയണത് എൻ്റെ നീർക്കെട്ടൽ കൊണ്ടാണ് എനിക്ക് തിളച്ച വെള്ളം ശരീരത്തിൽ ഒഴിച്ചാൽ മാത്രമേ അറിയത്തുള്ളെന്ന്, അല്ലെങ്കിൽ അറിയത്തില്ലെന്ന്. തന്നെയല്ല, തണുത്ത വെള്ളം വീണ് അലർജിറ്റിക്കാവും. അപ്പോൾ വാതവും ഉണ്ടെന്ന് തോന്നണം. നീർക്കെട്ടലും വാതവും കൂടിയാണ് ആ ബോഡിക്ക് വന്നിരിക്കുന്നത്. ഇതിവർ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ ഉടമ്പടി ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വർഷങ്ങളായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചാണ് കുളിക്കണത്. ഒന്നും ചിന്തിച്ച് നോക്കിയേ. അതിന് മരുന്നില്ല, പക്ഷെ അമ്മയുടെ അടുത്ത് മരുന്നുണ്ട്. ഇപ്പോൾ അവർ തണുത്ത വെള്ളത്തിലാണ് കുളിക്കണത്. അത്രയും സെക്കൻഡ് വ്യത്യാസമാണ്. ഇപ്പോൾ വണ്ടി ഇടിച്ചത് എന്തിനാണ്? ഇവരുടെ ഡ്രൈവിംഗ് ഓർമ്മ പോയത് എന്തിനാണ്? ഇവിടെ രോഗത്തെ സുഖപ്പെടുത്താൻ വേണ്ടി അമ്മയുടെ ദൈവത്തിൻ്റെ ഒരു പരിപാലനയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സഹോദരൻ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇടവ് സംഭവിച്ചാൽ നിങ്ങൾ ഓർക്കും അതായിരിക്കും, അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ പാപം കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ല, ഈ പ്രാർത്ഥിക്കണം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചില്ല. ഇങ്ങനെ പരിശുദ്ധാത്മാവില്ലാതെ പൊട്ടത്തരം പറയരുത്. ദൈവം ഉദ്ദേശിക്കുന്ന അതായിരിക്കത്തില്ല. ആ ഒരൊറ്റ വിഷയത്തിലൂടെ ദൈവം ആരാണെന്നറിഞ്ഞ് നീ വർഷങ്ങളായി അനുഭവിക്കുന്ന വിഷമതകളിൽ നിന്ന് കർത്താവ് നിന്നെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ
ശക്തമായ പരിപാലനയുടെ ഭാഗമാണ്. അതാണ് ഉടമ്പടിയിൽ അനേകം മക്കൾക്ക് സംഭവിക്കും. കാരണം അവരുദ്ദേശിച്ച ചോദ്യത്തിനൊന്നും എനിക്ക് അത്ര രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അച്ഛനെപ്പോഴും പറയാറുള്ള പോലെ നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ്. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അനുവദിച്ചാൽ മാത്രം എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ എനിക്കറിയില്ല വേറെ ഓപ്ഷൻ എന്താണെന്ന്. ഓക്കെ. പിന്നെ ഞാൻ പോന്നു കഴിഞ്ഞ് ചേച്ചിയെ വിളിച്ചു. ചേച്ചി, ഞാൻ ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്, ഈ ചേച്ചി ഓൾറെഡി ചേച്ചിയുടെ ഒരു കൂട്ടുകാരി ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ വന്നു. ഏതോ ഒരു ആവശ്യത്തെ, ശരിക്കും വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ആ കൂട്ടുകാരി ചേച്ചിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ ആ കൊച്ചിന് ഇന്നെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇപ്പോൾ ആ ഫ്രണ്ട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടി എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കസിൻ കൊച്ച് വന്നിട്ടുണ്ട്, അവൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് പോയേക്കുവാ, അതിന് കിട്ടുമായിരിക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല, അതിന് വേണ്ടി വിൽക്കുക. അപ്പോൾ ചോദിച്ചു ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടി എനിക്കറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരി അവിടെയുണ്ട്. അപ്പം പറഞ്ഞു, ആണോ എങ്കിൽ നീ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു, എടി ആ കൊച്ച് ഇപ്പം എൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോയതേ ഉള്ളൂ. അങ്ങനെയാണ്, ഓക്കെ. അപ്പോൾ എനിക്ക് ആ കൊച്ച് സെലക്റ്റഡ് ഒന്നും അല്ല, ആ കൊച്ചിന് അത്രയ്ക്കും പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി അവിടെ പറയുകയാണ്, എടി നീ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ കൊച്ച് ഒത്തിരി പ്രാർത്ഥിക്കുന്നൊക്കെയാണ്, നീ ആ കൊച്ചിനൊരു ഹെൽപ്പ് ചെയ്യാമെങ്കിൽ നിൻ്റെ കയ്യിലാണല്ലോ, ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ദൈവം ഒത്തിരി അനുഗ്രഹിക്കും. നീ അതൊരു ഹിന്ദുവാണ്. അപ്പം നമ്മൾ നേഴ്സിങ്ങിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു മാതാവിൻ്റെ കപ്പേള ഉണ്ടായിരുന്നു, നമ്മളവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നു. എന്തോ അങ്ങനെയൊക്കെ എൻ്റെ ആരുമല്ലായിരുന്നിട്ട് കൂടി ആ ഒരു ചേച്ചി എനിക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ മനസ്സ് മാറുകയാണ്. എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആളുടെ മനസ്സ് മാറി എന്നെ എടുക്കാൻ തയ്യാറാവുന്നു. അത് ഞാൻ പൂർണ്ണമായിട്ട് അത് അമ്മയുടെ ഒരു കൃപ തന്നെയായിരുന്നു. എന്നിട്ട് എന്നെ സെലക്ഷനായി. പെട്ടെന്ന് തന്നെ എനിക്ക് കോൾ വന്നു, യു ആർ സെലക്റ്റഡ് എന്ന്. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നേഴ്സിംഗ്, പിന്നെയാണ് അറിഞ്ഞത് നേഴ്സിംഗ് കെയർ ഹോം ഡിപ്പാർട്ട്മെൻറ്റിലോട്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മനസ്സിലോർത്തു, ഇത് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അമ്മയെ ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, അമ്മയുടെ ഹിതം ഇതാണെങ്കിൽ ഞാൻ അതിന് ഓക്കെയാണ് എന്ന് മനസ്സിൽ പറഞ്ഞു. സെലക്ഷനായി അടുത്ത ആഴ്ച തന്നെ പിന്നെ എന്നെ വിളിച്ചു ഒന്ന് വരണം എന്ന് പറഞ്ഞ് കോള് വന്നു. ചെന്നപ്പോൾ പറഞ്ഞു, സോറി, ഇതുവരെയും അവരുടെ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, സെലക്ഷൻ ആയവരെ പിന്നെ റിജക്ഷനായി കൊടുത്ത് വിട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ സോറി ചോദിക്കുന്നു. ഇപ്പോൾ ഓൾറെഡി സ്റ്റാഫ് കൂടുതലാണ് ഹോം കെയർ യൂണിറ്റിൽ, അവിടെ മാത്രമേ ഉണ്ടായിരുന്ന വേക്കൻസി, ഇപ്പോൾ അത് ഓൾറെഡി കൂടുതലാണ്, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. തിങ്കളാഴ്ചയാണ്, പിറ്റേ തിങ്കളാഴ്ച. അപ്പം ഞാൻ ഓക്കെ ശരിയെന്ന് പറഞ്ഞു. ഒത്തിരി വിഷമിച്ചു. വേറെ എന്താണ് ഓപ്ഷൻ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഏജൻസികളിലൊക്കെ കൊണ്ട് കൊടുക്കാമെന്ന് ഓർത്ത് വിഷമിച്ചിരുന്നു. അപ്പം തിങ്കളാഴ്ച 4 മണിക്കാണ് ഈ കോള് വന്നത്. അപ്പം ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലി 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് 4:30 കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും കോള് വരുവാണ്. നാളെ രാവിലെ ഞങ്ങളുടെ ഹോസ്പിറ്റലുണ്ട്, ഇതിൻ്റെ മെയിൻ ബ്രാഞ്ചിലുള്ളൊരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നാളെ രാവിലെ 9 മണിക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും അയച്ചു തന്നു. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഞങ്ങളുടെ കസിൻ ചേട്ടനോട് ചോദിച്ചു അതെവിടെയാണെന്ന്. അപ്പോൾ ചേട്ടാ എനിക്കിങ്ങനെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച രാവിലെ ഞാൻ അവിടെ പോയി. അവിടെ കറക്റ്റ് 9 മണിയാണ് സമയം തന്നത്. അവിടെ ദുബായിൽ 9 മണി എന്ന് പറയുമ്പോൾ ഇവിടെ 10:30 സമയമാണ്. കറക്റ്റ് ഇവിടുത്തെ ആരാധന ഉടമ്പടി ധ്യാനം തുടങ്ങുന്ന സമയത്താണ്. ഞാനത് മൊബൈൽ ഓണാക്കി കണ്ടുകൊണ്ടിരുന്നു. എന്നെ വിളിച്ചു. എന്നോട് അധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. ഓൾറെഡി അവിടെ സെലക്ഷൻ ആയതുകൊണ്ട് അവരെനിക്കവിടെ ജോബ് തന്നു. അത് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ, എൻ്റെ മെഡിക്കൽ സർജിക്കലിൽ എനിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് നല്ലൊരു പൊസിഷനിൽ ജോലി തന്നു. അത് അനുഗ്രഹിച്ചു. പിന്നെ അടുത്ത നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ദുബായിലായിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ച 2 പേരും ഒന്നിച്ച് നിൽക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു മനസ്സിൽ. അപ്പം ഹസ്ബൻഡിന് കുറച്ച് ദൂരെയാണ്, ഫുജറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ദുബായിലോട്ട് വരാൻ എപ്പോഴും 2 ആഴ്ച കൂടുമ്പോഴല്ലെങ്കിൽ മാസത്തിൽ 1 വരാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പം അദ്ദേഹം അവിടുത്തെ ജോലി കളഞ്ഞ്
ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് ഒരു നല്ല ജോലി കിട്ടണം. അത് ഇപ്പം അവിടെ എല്ലായിടത്തും എല്ലാ വർക്കും കിട്ടാനും പ്രയാസമായിരുന്നു. അപ്പോൾ അദ്ദേഹം വരുന്ന സമയം ഇപ്പം ഞാൻ മനസ്സിലൊരു മാതാവിൻ്റെ അടുത്ത് ഈ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം കൂടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വന്നത് അധികം എടുത്തൊന്നും കൊടുക്കേണ്ട വന്നില്ല. 2 സ്ഥലം നോക്കി, 2 സ്ഥലം റിജക്ഷനായി. ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ ധ്യാനം ഒരു ദിവസം അത് കൂടി കഴിയുമ്പം ഈ അറ്റൻഡ് ചെയ്ത് എവിടെ നിന്നെങ്കിലും കോള് വരുമെന്ന് പറഞ്ഞു.